ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും ഒരു ഈവനിങ് വാക്ക് പതിവുണ്ട്. ഇന്നിപ്പോൾ എവിടെ പോകണമെന്ന് ആലോചിച്ച് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു മേഴ്സർ ബേ ലൂപ്പ് വാക്ക് ഇവിടെ അടുത്തുണ്ടെന്ന് കണ്ടു. അതായത് ഓക്ലൻഡിൻ്റെ അടുത്താണ് ഈ വാക്ക്. ഇതൊരു മോഡറേറ്റ്ലി ചാലഞ്ചിങ് റൂട്ട് വാക്കാണ്. നമ്മളോട് വരുമ്പോൾ തന്നെ കാർ പാർക്കിൻ്റെ അടുത്ത് 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ ലൂപ്പ് വാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വഴി പോയാലും തിരിച്ചിവിടെ തന്നെ എത്തും. ഇവിടെ വെച്ച് ഈ റൂട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മേഴ്സർ ബേ ലൂപ്പും കോമൺസ് ലൂപ്പും എന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ 2 വഴിയിലൂടെയും പോയിരുന്നു. ഒരു 45 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട്. അതേപോലെ കാണുന്ന പോലെ അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നന്നായിട്ട് അണച്ചാണ് താഴേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ ഈ ബീച്ചിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. ഈ വഴിയിലെല്ലാം ഇതേപോലെ ലുക്ക് ഔട്ട് പോയിൻ്റ് കാണാം. ഈ സീ ഇത്ര വൈഡായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ഏകദേശം 700 അടി മുകളിലാണ്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നല്ല കാറ്റും ഉണ്ട്. മൗറി ലെജൻസ് പറയുന്നത് ഈ മെഴ്സർ ബേ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ലവിൻ്റെയും ട്രാജഡിയുടെയും സ്പോട്ടാണ്. ഇവിടെ ഹിനറാങ്കി എന്ന് പറയുന്ന ഒരു മൗറി സ്ത്രീയും അവരുടെ ഹസ്ബൻഡും ജീവിച്ചിരുന്നു പണ്ട്. അവരുടെ ഹസ്ബൻഡ് ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നും മീൻ പിടിക്കുമ്പോൾ അറിയാതെ താഴെ വീണ് മരിച്ചു പോയെന്നാണ് പറയുന്നത്. ദിവസങ്ങളോളം തൻ്റെ ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്ത് ഹിനറാങ്കി കാത്തിരുന്നു. അവസാനം അവർ ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. നമുക്ക് ഈ മേഴ്സർ ബേ ലൂപ്പിൻ്റെ അവസാനം കാണുന്ന ഈ പാറക്കെട്ടിന് ഹിനറാങ്കിയുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഉണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. നല്ല ഹൈറ്റിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണിത്. കടലിൻ്റെ സൂര്യാസ്തമയം ആകാറായിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗിയും ഒരു വശ്യതയും നമ്മൾ എന്തോ ഒരു നിഗൂഢതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിന് വേറെ ലുക്ക് ഔട്ട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിന്ന് കാണാമെന്ന് ഓർത്താണ് ഞങ്ങൾ മുകളിലേക്ക് നടന്നു. നല്ല കയറ്റമുണ്ട്. ഞാൻ അണച്ചാണ് കയറിപ്പോയത്. സൺസെറ്റ് ഏകദേശം ആകാറായി. ഫോണിലെ പ്രോ മോഡിൽ നമുക്ക് ശരിക്കും സൺസെറ്റ് പകർത്താൻ പറ്റുമെന്ന് പറഞ്ഞ കാരണമാണ് ഈ രൂപത്തിലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ സൂര്യൻ്റെ റൗണ്ടും അതിങ്ങനെ കടലിലേക്ക് താഴ്ന്നു പോകുന്നതും കൃത്യമായിട്ട് മനസ്സിലാവും. സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള കടൽ കണ്ടോ? ഇത്ര വിസ്തൃതിയിൽ നമുക്കത് കാണാൻ പറ്റും. അവിടെ നിന്ന് തൊട്ട് ശരിക്കും അങ്ങേ അറ്റം വരെ നമുക്ക് ഈ ലുക്ക് ഔട്ട് പോയിന്റിൽ നിന്ന് ഇത് കാണാൻ സാധിക്കും. ഈ വഴിയിൽ എവിടെയൊക്കെയോ ഹിനറാങ്കിയുടെ നിസ്സംഗതയും നെടുവീർപ്പും നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മൈ ചാനൽ.
താങ്ക് യു.